ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുമ്പാകെ ചോദിച്ചു, ആരെങ്കിലും ഒരു വർഷം മുഴുവൻ നോമ്പ് നോൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും രാത്രിയെ ഹയാത്താക്കുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ജീവസുറ്റതാക്കുന്ന വ്യക്തിയുണ്ടോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി ആരാണ് എന്റെ മുന്നിലുള്ളത്? സ്വഹാബത്ത് ആരും അനങ്ങിയില്ല. അപ്പോഴും കൈ ഉയർത്തുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. എല്ലാ ദിവസവും രാത്രി മുഴുവനും ഹയാത്താക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി. സ്വഹാബത്തൊക്കെ ഞെട്ടി. അപ്പൊ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് നബിയുടെ അടുക്കൽ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ, ഇത് കള്ളം പറഞ്ഞതാണ്. കാരണം അദ്ദേഹം എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾക്കിടയിൽ നോമ്പ് നോൽക്കാതിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഖുർആനെ ഖത്മ തീർക്കാൻ സാധ്യമേ അല്ല. അത് വെറുതെ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വിടല് വിട്ടതാണ്. നമ്മൾ പറയുമല്ലോ, ചുമ്മാ വിടലാണ് എന്ന് പറയുമല്ലോ. അതുപോലെ ഒരു വ്യക്തി വന്ന്, ഒരു സഹാബി വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടു പറഞ്ഞു, ഇയാൾക്ക് ഒരു സംശയമുണ്ട്, നീ അത് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നബിയുടെ മുന്നിൽ വെച്ചാ തീർക്കാം. എന്താ? എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നു നീ പറഞ്ഞു, അങ്ങനെ നിനക്ക് വാദമുണ്ടോ? നിന്നെ നോമ്പില്ലാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാസത്തിൽ 3 നോമ്പ് പിടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു 30 ദിവസത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ല, ഖുർആനാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഒരാൾ ഒന്നിന് 10 പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം കിട്ടുമെന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഞാൻ എല്ലാ മാസവും 3 നോമ്പ് പിടിക്കും. 3 നോമ്പ് പിടിച്ചാൽ എന്തായി? അൽഹംദുലില്ലാഹ് 30 നോമ്പായി. കാരണം ഒന്നിന് 10 ആണ്, 2 ആവുമ്പോ 20 ആയി, 3 ആയപ്പോ 30 ആയി. അപ്പൊ എല്ലാ 30 ദിവസവും ഞാൻ നോമ്പുണ്ട്. എല്ലാ മാസവും നോമ്പാൻ. ശഅബാൻ മാസം ഫുള്ളും പിടിക്കും. അതിന്റെ ശൈലിയിൽപ്പെട്ടതാ. നബി പറഞ്ഞു, മഹീൻ, കറക്റ്റാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഖുർആൻ വെച്ച് തെളിവ് ഓതിയിട്ടല്ലേ പറഞ്ഞു. അപ്പൊ ഈ സ്വഹാബി സമ്മതിച്ചു. ഓക്കെ, എന്നാ പിന്നെ രാത്രി മുഴുവൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞതോ? നീ ഭാര്യയുമായി ബന്ധം പുലർത്തലില്ലേ? നീ എത്രയോ സമയം കിടന്ന് ഉറങ്ങലുണ്ട്, രാത്രി ഫുള്ള് നിസ്കരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് എന്റെ ഈ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ബാത അലാ തുഹ്രിൻ, ആരെങ്കിലും ശുദ്ധിയോടുകൂടി രാത്രിയിൽ വസിച്ചാൽ അവൻ ആരെ പോലെയാണ്? അവൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാത്രികളെ, എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രാത്രി ശുദ്ധിയോടുകൂടി ഒളുവോടുകൂടി ഉറങ്ങിയാൽ അവൻ രാത്രി ഇബാദത്ത് എടുത്തവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എല്ലാ രാത്രിയിലും ഞാൻ ഒളു വെച്ചു. ഒളു മുറിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒളു എടുക്കും. എന്റെ രണ്ടാമത്തെ കാരണം, നിങ്ങളിപ്പോ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസുറ്റതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസുറ്റതാക്കിയവനെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാദത്ത് എടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം. ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരി തന്നെയാണ്. നബി പറഞ്ഞു, ഓക്കെ. ഇനി മൂന്നാമത്തത്, എല്ലാ ദിവസവും ഖത്മ തീർക്കും. അത് എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഡെയിലി ഓതും. 3 ഓതാത്ത പരിപാടിയില്ല, എല്ലാ ദിവസവും ഓതും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നോ, അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ തീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല. മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം തിരക്കായി പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൗഹീദിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്.